പ്രസിദ്ധമായ കോഴിക്കോട് ലോകനാർക്കാവ് ക്ഷേത്രത്തിലെ ആചാര ലംഘനങ്ങൾക്കെതിരെ ഭക്തജന കൂട്ടായ്മ പ്രതിഷേധത്തിലേക്ക്. ആചാര ലംഘനത്തിനും ദേവസ്വം അധികാരികളുടെ അലംഭാവത്തിനുമെതിരെ ഈ മാസം 9-ന് നാമജപഘോഷയാത്ര സംഘടിപ്പിക്കും. ക്ഷേത്രത്തിന്റെ പരിശുദ്ധിയും പ്രാധാന്യവും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ മലബാർ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ല എന്നാണ് ഭക്തജനങ്ങളുടെ പരാതി. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, അറുതിയില്ലാത്ത ആചാര ലംഘനങ്ങൾ തന്നെയാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ തന്നെയല്ലേ ഭക്തജനങ്ങൾ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ച് നാമജപഘോഷയാത്രയിലേക്ക് നീങ്ങുന്നതും? ഈ ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ആചാര ലംഘനങ്ങളോ അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്കോ ആചാര നിഷ്ഠകൾക്കോ പാലിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുവെന്ന് ആരോപിച്ച് ഭക്തജനങ്ങൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് ഭക്തജന കൂട്ടായ്മ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. അവിടെ പലതരത്തിലുള്ള ആചാര ലംഘനങ്ങൾ നടക്കുന്നുവെന്ന് നേരത്തെ തന്നെ നമ്മൾ ജനം ടി വി ഉൾപ്പെടെയുള്ള വാർത്താമാധ്യമ സംഘം പുറത്തുവിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് CITUവിന്റെ മെമ്പർഷിപ്പ് വിതരണം നടക്കുന്നു. അതുപോലെ തന്നെ ഈ ശ്രീകോവിലിനെ മറച്ചുകൊണ്ട് ഫോട്ടോ ഷൂട്ടിനൊക്കെ അനുവാദം നൽകുന്നു. ഈ ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികൾക്കായിട്ട്, പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികൾക്കായിട്ട് ഇറക്കിയിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ നാളുകളായിട്ട് ഇറക്കി അവിടെ വെക്കുന്നത് ഉപയോഗിക്കുന്നില്ല. ക്ഷേത്രത്തിന്റെ മറ്റ് സ്റ്റേജുകളും അല്ലെങ്കിൽ ചെമ്പൈ സംഗീത മണ്ഡപവും ഒക്കെ സംസ്ഥാന സർക്കാരിന്റെ തന്നെ പല പദ്ധതികൾക്കായിട്ട് ഉപയോഗിക്കുന്നു. ചെമ്പൈ സംഗീത മണ്ഡപമൊക്കെ സംഗീത അർച്ചനയ്ക്കൊക്കെ മാത്രം ഉപയോഗിച്ചു വരുന്നൊരു കാര്യമായിരുന്നു കാലങ്ങളായിട്ട്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ പല പദ്ധതികളും നടപ്പിലാക്കാൻ വേണ്ടി ക്ഷേത്രത്തിന്റെ വകകൾ അല്ലെങ്കിൽ സ്റ്റേജുകൾ, സ്വത്ത് സംവിധാനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ള പരാതികളൊക്കെയാണ് ഈ ഭക്തജന കൂട്ടായ്മകൾക്കുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രത്യക്ഷമായിട്ടുള്ള പ്രതിഷേധങ്ങളിലേക്ക് അവർ കടന്നിട്ടുള്ളത്. ഇത്തരത്തിൽ പ്രത്യക്ഷ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുന്നതിനൊപ്പം തന്നെ നിയമപരമായിട്ടും അവർ മുന്നോട്ടേക്ക് പോകുമെന്നുള്ളൊരു കാര്യം പറയുന്നു. കാരണം ഇത് കുറെ കാലങ്ങളായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് ഇവർ മനസ്സിലാക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ക്ഷേത്രം. മലബാർ ദേവസ്വം ബോർഡോ ക്ഷേത്ര ട്രസ്റ്റിയോ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇവർ മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു ആശങ്ക. അതായത് കുറച്ചുകൂടി കാലം ഈ രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ആചാരങ്ങൾക്കും ഒരു പ്രാധാന്യവുമില്ലാത്ത രീതിയിൽ ആ ക്ഷേത്രത്തെയും ക്ഷേത്രത്തിന്റെ സ്വത്തുവകകളെയും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് അവിടെ നിലനിൽക്കുന്നത് എന്ന് ഭക്തജനങ്ങൾ കുറ്റപ്പെടുത്തുന്നു. പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഈ ഞായറാഴ്ചകളിൽ അവിടെ ഈ ആനപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യമായ രീതിയിൽ ഭക്ഷണമൊക്കെ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിന് അനുമതി നൽകാതെ ഭക്ഷണത്തിന്റെയൊക്കെ പിരിവ്, റെസീറ്റ് ഇല്ലാതെ ദേവസ്വം ജീവനക്കാർ പിരിവ് നടത്തുന്നതെന്ന ആരോപണമൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനെ അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദേവസ്വം ജീവനക്കാർക്കെതിരെ ഈ ഭക്തജന കൂട്ടായ്മ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നവീകരണത്തിന്റെ പേര് പറഞ്ഞ ക്ഷേത്രക്കുളത്തിലെ മീനുകളെയൊക്കെ വിറ്റ് നശിപ്പിച്ചത് എന്തിനാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രത്യക്ഷ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുന്നത്. 9-ാം തീയതി, അതായത് വരുന്ന തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിക്കാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. തൊട്ടടുത്തുള്ള എടത്തിൽ അയ്യപ്പ മഠത്തിൽ നിന്ന് ആരംഭിച്ച് ഈ ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ തന്നെ ആയിരിക്കും ഈ പരിപാടി സമാപിക്കുക. ഇതൊരു തുടക്കമായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. കാരണം കുറെ നാളുകളായിട്ട് തുടരുന്ന ഈ ആചാര ലംഘനത്തിനെതിരെ ഇനിയും മിണ്ടാതിരിക്കാനാവില്ല എന്ന നിലപാടിലാണ് ഭക്തജനങ്ങളൊക്കെ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. അതിനായി പ്രദേശവാസികളായിട്ടുള്ള ഭക്തജനങ്ങളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ രീതിയിൽ പ്രതിഷേധങ്ങൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ നിയമ നടപടികളിലേക്കും കടക്കാൻ വേണ്ടി അവർ ഒരുങ്ങിയിട്ടുണ്ട്. രജനി, ശരി, ഗോകുലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.